നമസ്കാരം. ബേസിക് മാത്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ അടിസ്ഥാന ക്രിയകൾക്ക് പുറമേയുള്ള ചില ക്രിയകളെക്കുറിച്ച് പഠിച്ചു. ശതമാനം ആണെന്ന് പഠിച്ചത്. ഇന്ന് പുതുതായി അംശബന്ധം, അനുപാതം, ശരാശരി തുടങ്ങിയ ക്രിയകളെക്കുറിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. അംശബന്ധം എന്നാൽ അംശബന്ധത്തെ ഇംഗ്ലീഷിൽ റേഷ്യോ എന്ന് പറയും. 3:4 ഇങ്ങനെയാണ് അതിനെ എഴുതാറുള്ളത്. 3:4 മലയാളത്തിൽ 3 4 പോലെ, 3 4 പോലെ എന്നർത്ഥം. 3:4 എന്ന് പറഞ്ഞാൽ 3 4 പോലെ. അത് രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ, രണ്ടെണ്ണം താരതമ്യം ചെയ്യുമ്പോഴാണ് എപ്പോഴും അംശബന്ധം ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഒരു സോപ്പിൻ്റെ വില 3 രൂപ, മറ്റൊരു സോപ്പിൻ്റെ വില 4 രൂപ. ഇത് കമ്പയർ ചെയ്യുമ്പോൾ 3:4 എന്ന് പറയും. ഇനി 30ഉം 40ഉം ആയാലും 30:40 എന്നല്ല പറയുക. അത് 3:4 തന്നെ ചുരുക്കിയ ഏറ്റവും ലഘുവായ രൂപമാണ്, സിംപ്ലിഫൈഡ് രൂപമാണ് എപ്പോഴും അംശബന്ധം പറയുക. അപ്പോൾ രണ്ട് സാധനത്തിൻ്റെ വിലകൾ തമ്മിൽ അംശബന്ധം 3:4 എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം എന്ന് അർത്ഥമില്ല. 3 4 പോലെ എന്നാണ് അർത്ഥം. 3 4 ആണെന്നല്ല അർത്ഥം. അപ്പോൾ 3നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു, അതേ സംഖ്യ കൊണ്ട് തന്നെ 4നെ ഗുണിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ 3നെ 10 കൊണ്ട് ഗുണിച്ചത് 30ഉം 40ഉം ആവാം. ചിലപ്പോൾ 100 കൊണ്ടാണ് ഗുണിക്കുന്നത് 300ഉം 400ഉം ആവാം. അല്ല 5 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ 15ഉം 20ഉം ആവാം. ഇതൊക്കെ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. അപ്പോൾ രണ്ട് എണ്ണം താരതമ്യം ചെയ്യുമ്പോഴാണ് സാധാരണ അംശബന്ധം ഉപയോഗിക്കുക. 3:4 എന്ന് പറയാൻ 3ഉം 4ഉം ആകണമെന്നില്ല. 3നെയും 4നെയും ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചതാണ് 3:4 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 3:4ൻ്റെ അർത്ഥം. 3:4നെ അംശബന്ധത്തെ ഭിന്നാക്കിയിട്ട് എഴുതാറുണ്ട്. 3/4 എന്ന് എഴുതാറുണ്ട്. 3:4ഉം 3/4 ഒന്ന് തന്നെയാണ്. അംശത്തെ ഭിന്നാക്കിയിട്ട് എഴുതാം, ഭിന്നത്തെ അംശമാക്കിയിട്ട് തിരിച്ചു പറയാൻ വേണ്ടി കഴിയും. ഇനി അനുപാതം എന്ന് പറയുന്നത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള രണ്ട് അംശബന്ധം തുല്യമാകുമ്പോഴാണ് അതിന് അനുപാതം എന്ന് പറയുക. അപ്പം 3:4ഉം 6:8ഉം തുല്യമാണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാണെങ്കിൽ ഈ 3:4ഉം 6:8ഉം അനുപാതത്തിലാണെന്ന് പറയും. അനുപാതമാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ അറ്റത്തെ രണ്ടും കൂടി ഗുണിച്ചാലും 3 8ഉം ഗുണിച്ചാലും നടുവിലത്തെ രണ്ടും ഗുണിച്ചാലും തുല്യമായിരിക്കും. അങ്ങനെ വന്നാൽ അത് അനുപാതത്തിലാണെന്ന് പറയും. 3:4ഉം 6:8ഉം അനുപാതത്തിലാണെന്ന് പറയും. അപ്പോൾ അറ്റത്തുള്ള പദങ്ങൾ എൻഡ് നമ്പേഴ്സിൻ്റെയും മിഡ് നമ്പേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് ഗുണനഫലം ഈക്വൽ ആണെങ്കിൽ അത് അനുപാതത്തിലാണെന്ന് പറയാം. രണ്ട് തരം അനുപാതമാണ് സാധാരണ ഉള്ളത്. ഒന്ന് കൂടുമ്പം അതേപോലെ തന്നെ മറ്റേതും കൂടുന്നുണ്ടെങ്കിൽ അത് നേരനുപാതമാണ്. അല്ലെങ്കിൽ അനുപാതം പ്രപ്പോർഷൻ എന്ന് പറയും. നേരനുപാതം പ്രപ്പോർഷൻ. നേരനുപാതത്തിന് ഡയറക്റ്റ് പ്രപ്പോർഷൻ എന്ന് പറയും. മറ്റേത് അതിൻ്റെ വിപരീതമാണെങ്കിൽ ഇൻവേഴ്സ് പ്രപ്പോർഷൻ എന്ന് പറയും. ഡയറക്റ്റ് പ്രപ്പോർഷൻ, ഇൻവേഴ്സ് പ്രപ്പോർഷൻ, രണ്ട് തരത്തിലുള്ള അനുപാതമുള്ളത്. ഡയറക്റ്റ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ വില, ഇപ്പോൾ ഒരു നോട്ട് പുസ്തകമാണെങ്കിൽ അതിൻ്റെ എണ്ണം, ഇപ്പോൾ നമ്പറും അതിൻ്റെ പ്രൈസും. ഇപ്പോൾ ഒരു നോട്ടിന് 10 രൂപയാണെങ്കിൽ 2 നോട്ടിന് 20 രൂപ, 3 നോട്ടിന് 30 രൂപ എന്ന ക്രമത്തിൽ പോകുന്നു. അപ്പോൾ എണ്ണം കൂടുമ്പോൾ വിലയും കൂടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സാധാരണ ഡയറക്റ്റ് പ്രപ്പോർഷൻ എന്ന് പറയാം, നേരനുപാതം എന്ന് പറയും. ഒരു സാധനത്തിൻ്റെ എണ്ണം കൂടുമ്പോൾ ഒരു വില കൂടുമ്പോൾ അതിനനുസരിച്ച് മറ്റേതും കൂടുന്നുണ്ടെങ്കിൽ, എണ്ണം കൂടുന്നതിനനുസരിച്ച് വിലയും കൂടുന്നുണ്ടെങ്കിൽ അത് നേരനുപാതമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള അംശബന്ധം 1:2 സമമായിരിക്കും 10:20. 1:2 സമമായിരിക്കും 10:20. അല്ലെങ്കിൽ 1/2 സമം 10/20 ആയിരിക്കും. 1/2 സമം 10/20 ആയിരിക്കും. അല്ലെങ്കിൽ 1/10 സമം 2/20 എന്ന് പറയാനും ശരിയാണ്. അപ്പോൾ നേരനുപാതം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടണം. തിരിച്ചു പറഞ്ഞാൽ ഒന്ന് കുറയുമ്പോൾ മറ്റേതും കുറയുക. അങ്ങനെ വന്നാൽ അത് നേരനുപാതം എന്ന് പറയും. ഇനി മറ്റൊരു അനുപാതമാണ് വിപരീത അനുപാതം. വിപരീത അനുപാതമാകുമ്പോൾ ഇപ്പോൾ എയിൽ നിന്ന് ഒരു ദൂരമാണ്. എയിൽ നിന്ന് ബിയിലേക്ക് 100 കിലോമീറ്റർ ഉണ്ടെന്ന് കരുതും. 100 കിലോമീറ്റർ ഉണ്ടെന്ന് കരുതും. അപ്പോൾ ഒരു കാറ് സഞ്ചരിക്കുന്ന ദൂരവും വേഗതയാണ് ഇവിടെ പറയുന്നത്. ദൂരവും സമയമാണ് പറയുന്നത്. ഇത് ടൈമാണ്. ഇതതിൻ്റെ വേഗതയാണ്. വേഗതയ്ക്ക് വെലോസിറ്റി വി എന്ന് പറയുന്നത്. അപ്പോൾ 100 കിലോമീറ്ററാണ് ആകെയുള്ളത്. അപ്പോൾ കാറിൻ്റെ വേഗത ഒരു മണിക്കൂറിൽ 50 കിലോമീറ്റർ ആണെങ്കിൽ, വേഗത 50 കിലോമീറ്റർ ആണെങ്കിൽ 2 മണിക്കൂർ വേണം.
എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ വേണ്ടി. കാറിൻ്റെ വേഗത ഇനി 25 കിലോമീറ്റർ ആണെങ്കിലോ 4 മണിക്കൂർ വേണം. എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ 4 മണിക്കൂർ വേണം. കാറിൻ്റെ വേഗത വീണ്ടും കുറച്ചു. 10 കിലോമീറ്റർ ആണെങ്കിൽ കാറിൻ്റെ വേഗത 10 കിലോമീറ്റർ, ഒരു മണിക്കൂറിൽ 10 കിലോമീറ്റർ പോകുന്നുള്ളൂ എങ്കിൽ 10 മണിക്കൂർ വേണം ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ സമയം കൂടുന്നതിന് 2 നിന്ന് 4 ആകുമ്പോൾ വേഗത 50 25 കുറയുന്നു. അല്ലെങ്കിൽ വേഗത കുറയുമ്പോൾ സമയം കൂടി, വേഗത കുറയുമ്പോൾ സമയം കൂടി. അപ്പോൾ ഒരു വില കുറയുമ്പോൾ മറ്റേത് കൂടിക്കൂടി പോവുക. ഇതിൻ്റെ നേരെ വിപരീതത്തിൽ മറ്റേത് പോവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വിപരീത അനുപാതം എന്നാണ് പറയുക. അപ്പോൾ ഇത് വിപരീത അനുപാതമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2:4 50:25 എന്ന് ഇവിടെ പറയാൻ കഴിയില്ല. കാരണം 2ഉം 25 കൂടി ഗുണിച്ചാൽ 50 ആണ്, 4ഉം 50 കൂടി ഗുണിച്ചാൽ 200 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ വിപരീത അനുപാതം പറയുമ്പോൾ ഇത് നേരെ തിരിച്ചാണ് പറയേണ്ടത്. 2:4 തിരിച്ചു പറയുമ്പോൾ 25:50 എന്ന് പറഞ്ഞാൽ അത് ശരിയാവുള്ളൂ. അപ്പോൾ 2/4 25/50 തിരിച്ച് പറയണം. അങ്ങനെ പറഞ്ഞാലാണ് വിപരീത അനുപാതത്തിൽ ശരിയാവുക. 2:4 അല്ലെങ്കിൽ 2/50 പറയുമ്പോൾ ഇത് 2/50 പറയുമ്പോൾ 4/25 പറയാൻ വേണ്ടി പറയില്ല. ഇത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ച് പറയണം. 2/4 25:50 തിരിച്ചിട്ടാണ് പറയേണ്ടത്. അങ്ങനെ വന്നാലാണ് വിപരീത അനുപാതം. ഒന്ന് കൂടുമ്പോൾ മറ്റേത് ഇങ്ങോട്ടേക്കാണ് കൂടുന്നത്, അത് വിപരീത അനുപാതം. ഇപ്പോൾ 2/4 25/50 നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. ഇത് ചില നമ്മൾ പ്രായോഗിക പ്രശ്നങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. ഇപ്പോൾ 5 പേര് ഒരു സ്ഥലം കളക്കാൻ വേണ്ടി, സ്ഥലം ഉഴുതുമറിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഭംഗിയാക്കാൻ വേണ്ടി 5 പേര് 8 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ 4 പേര് എത്ര ദിവസം എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ 5:4 ഇതിനെ എക്സ് എടുത്തു കഴിഞ്ഞാൽ x:8 എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ 5/4 x/8 എന്ന് പറയാം. അപ്പോൾ എക്സിൻ്റെ വില x ഈ 8നെ 5 കൊണ്ട് ഗുണിച്ചു, 8 ഗുണിക്കണം 5/4 എന്ന് പറയും. 8×5 40/4 10 എന്ന് കിട്ടും. അപ്പോൾ 5 പേർക്ക് 8 ദിവസം വേണമെങ്കിൽ 4 പേർക്ക് എത്ര ദിവസം വേണമെന്നുള്ളതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം നമുക്ക് 10 പേര് നമുക്ക് കിട്ടി. 5 പേർക്ക് 8 ദിവസം വേണമെങ്കിൽ ഇവിടെ ആളുടെ എണ്ണമാണ്, ഇവിടെ ദിവസമാണ്, ദിവസം കൊണ്ട് ഡേയ്സാണ്. 5 പേർക്ക് 8 ദിവസം വേണമെങ്കിൽ 4 പേർക്ക് എത്ര ദിവസം വേണമെന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി 5:4 x:8 തിരിച്ചിട്ട് ഇങ്ങോട്ട് എഴുതി. x:8 എന്ന് എഴുതിയിട്ട് 5/4 x/8 എന്ന് എഴുതി. എന്നിട്ട് എക്സിനെ സബ്ജക്റ്റ് ആക്കിയിട്ട് എഴുതുമ്പോൾ ഈ 8 ഇപ്പുറം വന്നു, /4 വന്നു. 8×5/4 വന്നു. 8×5/4 40/4 10 ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ നേരാനുപാതവും വിപരീത അനുപാതവും സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അംശബന്ധത്തിൽ നിന്നാണ് അനുപാതം വരുന്നത്. അംശബന്ധത്തിൻ്റെ തുല്യതയാണ് അനുപാതം. അനുപാതം 2 തരത്തിലുണ്ട്, നേരനുപാതമുണ്ട്, വിപരീത അനുപാതമുണ്ട്. അതിൻ്റെ ആവശ്യവും അതിൻ്റെ സന്ദർഭമൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഇത് മറ്റൊരു ഒരു ഓപ്പറേഷനാണ് ശരാശരി എന്ന് പറയുന്നത്. ശരാശരി എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയും. ആവറേജ് എന്ന് പറഞ്ഞാൽ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് ആവറേജ് കിട്ടുക. ഉദാഹരണത്തിന് 22, 20, 19, 23, 21 എന്നീ സംഖ്യകളുടെ ആവറേജ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടി കൂട്ടിയിട്ട് 5 കൊണ്ട് ഹരിച്ചാൽ മതി. 22 കൂട്ടണം, 20 കൂട്ടണം, 19 കൂട്ടണം, 23 കൂട്ടണം, 21/5 1, 2, 3, 4, 5 സംഖ്യ. അപ്പോൾ ശരാശരി കാണാം. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ കൂട്ടിയാൽ 2, 9, 11, 16, 15, നോക്കി 1, 2, 3, 2, 5, 6, 8, 10, 105/5 എന്ന് കിട്ടും. 105/5 21 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ശരാശരി കാണാൻ വേണ്ടി അല്ലെങ്കിൽ ആവറേജ് കാണാൻ വേണ്ടി അതിൻ്റെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് ശരാശരി കിട്ടുക. തുക എണ്ണമാണ് ശരാശരി. ശരാശരി കാണാനുള്ള വഴിയാണ് പറഞ്ഞത്. ശരാശരി കാണാൻ മറ്റ് ചില മാർഗ്ഗങ്ങളുണ്ട്. ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ മധ്യമം എന്നൊക്കെ നമ്മൾ പലതരത്തിലുള്ള ഒരു രീതികളുണ്ട്. പക്ഷെ പൊതുവായി ശരാശരി കാണാൻ സംഖ്യകളുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്ന രീതിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ 3 ക്രിയകൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടിസ്ഥാന ക്രിയകൾക്ക് പുറമേയുള്ള 3 ക്രിയകൾ അംശബന്ധം, അനുപാതം, ശരാശരി എന്നീ ക്രിയകൾ ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ.